ഇവിടെ വല്ല കുരുത്തക്കേടും കാട്ടാനാണ് ഞാൻ വീട്ടിൽ കേട്ടില്ല. കുന്നിൻ്റെ താഴെ നിന്നോണം. എന്തൊരു സമാധാനം. ഫസ്റ്റ് ജിയോണ മിസ്, ഹാപ്പി വാലന്റൈൻസ് ഡേ. ഹാപ്പി വാലന്റൈൻസ് ഡേ ബേബി. വാലന്റൈൻസ് ഡേ? യെസ്, അതൊരു മഴയുള്ള വാലന്റൈൻസ് ഡേ. രാവിലെ 9 മണിയായിരുന്നു. എവിടെ എന്റെ ചെറുക്കനവിടെ? ചെറുക്കനല്ലാടാ, പെണ്ണ. പെണ്ണോ? യെസ്. ലെറ്റർ ഒന്ന് സൈൻ ചെയ്തു തരും. ഇതിന്റെ എത്രാമത്തെ ലെറ്ററാടാ? ഇന്നെന്താ അമ്മമ്മയ്ക്ക് മൂക്കുവേനയോ അതോ അപ്പന് കാലുവേനയോ? അല്ല മിസ്സേ, മുത്തമ്മക്ക് കണ്ണുവേദന, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. വേറെ ആരുമില്ല. എന്റെ മൂസേ, അല്ല എന്റെ മൂത്താപ്പാക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ചോദിച്ചത്. മിസ്സേ, ഒരു സൈൻ. എന്റെ ചുറ്റിക്കളിയൊക്കെ ഞാൻ അറിയുന്നുണ്ട്. അറ്റൻഡൻസ് ഷോർട്ടേജ് വരട്ടെ, അന്ന് ഞാൻ നിന്റെ അമ്മമ്മയ്ക്കും അപ്പനും മൂത്തമ്മയ്ക്കൊക്കെ ഒന്ന് വിളിക്കുന്നുണ്ട്. എന്നെന്ത്? പിന്നെ നീയൊക്കെ എന്തോന്നിനാടാ കോളേജിലോട്ട് വരുന്നത്? സിസ്റ്റർ, അപ്പനെ ഒന്ന് വരോ? സിസ്റ്ററോ? മിസ്സിന്റെ സിസ്റ്ററാണോ? അതാ ഒറ്റ അച്ഛന് വാർത്ത പോലെ ഉണ്ട് മിസ്സേ, കണ്ടാ തിരിച്ചറിയൂല. സിസ്റ്റർ? അതെ, അന്നാണ് അവൾ എൻ്റെ മുഖത്തോട്ട് ആദ്യമായിട്ട് നോക്കുന്നത്. സിസ്റ്റർ? നോ, ഷീ ഈസ് നോട്ട് മൈ സിസ്റ്റർ. Okay class, that's for today. See you tomorrow. ജിയോണ മിസ്സിന്റെ സിസ്റ്റർ അല്ലേ? എന്താടോ മിസ് ഇങ്ങനെ കുടിച്ച് എല്ലാവരോടും റൂഡായി? നിങ്ങളുടെ ഫാമിലിയിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ? നോ, ഐ എം നോട്ട്. ഷീസ് എ ഗുഡ് ടീച്ചർ. അതിൻ്റെ സ്നേഹം കൊണ്ട് പറയാം. അങ്ങനെ പോയാൽ കുടിച്ച് എവിടെയെല്ലാം വീണ് തീരും തൻ്റെ സിസ്റ്റർ.
ജിയോണ മിസ്സിനെ കൊണ്ട് ഇവിടെ ചെയ്യിക്കാൻ പറ്റാത്ത കാര്യമുണ്ട് തമ്പുരാനെ. ഇവിടെ റൂമൊന്നും ഒഴിവില്ലാടാ. നമ്മുടെ കോളേജിൻ്റെ തന്നെ ഹോസ്റ്റലൊന്നും ഇവിടെ 3 കിലോമീറ്റർ അപ്പുറത്തുണ്ട്. ജസ്മിൻ എൻ്റെ സ്കൂട്ടി എടുത്തോ. ഈ കുട്ടിക്ക് സി ബ്ലോക്ക് ഒന്ന് കാണിച്ചു കൊടുക്കൂ. അവിടുത്തെ വാർഡനോട് ഞാൻ വിളിച്ചു പറഞ്ഞേക്കാം. ഈ നൊട്ടോ പാതിരയ്ക്ക് അതൊരു മഴയത്ത് ഈ കൊച്ചിന് ഞാൻ സി ബ്ലോക്ക് കാണിച്ചു കൊടുക്കണമെന്നായി തള്ള പറയുന്നത്. മാഡം, ജിയോണ മിസ്സിൻ്റെ റൂം ഫ്രീ ആണല്ലോ. പെട്ടെന്ന് എന്തോ ഒരു തണുത്ത കാറ്റ് എന്നെ തട്ടി വീശിപ്പോയ ഫീലായിരുന്നു എനിക്ക്. യെസ്, ഞാനത് മറന്നു. എനിക്ക് ആ റൂം കാണിച്ചു കൊടുത്തേക്ക്. പടം ഞാനിവിടെ വന്നത് തൊട്ട് കേൾക്കുന്ന പേരാ ജിയോണ മിസ്. ആളുടെ കൂടെയാ ഞാൻ ഈ 5 വർഷം കഴിയണ്ടേന്ന് അപ്പോൾ എനിക്ക് മനസ്സിലായി. യുനോ, എൻ്റെ നെഞ്ചിടിക്കുന്നുണ്ടായിരുന്നു. താനെന്തിനോട് ഇങ്ങനെ മേടിക്കുന്നത്? ഫസ്റ്റ് ടൈമാണോ വീട്ടിൽ നിന്ന് മാറി ഇങ്ങനെ ഹോസ്റ്റലിൽ? അതോ ജിയോണ മിസ്സിൻ്റെ റൂം ആയതുകൊണ്ടാണോ? ആര് പേടിച്ച്? എപ്പോൾ പേടിച്ച്? എല്ലാവരും പറയുന്ന പോലെ ആളത്ര കുഴപ്പമൊന്നുമല്ല. പിന്നെ അവരുടെ കാര്യത്തിൽ കയറി ഇടപെട്ട ഷീസ് റൂം. അതുകൊണ്ട് അവരുടെ റൂമിൽ അധികാരം നിൽക്കാത്ത. അങ്ങനെ പെട്ടെന്ന് ആരുമായിട്ട് ഒത്തുപോകില്ല. ആൻഡ് ഷീസ് ആൽക്കഹോളിക്. സോ അതിൽ കയറി ഇടപെടാൻ നിൽക്കരുത്. നിന്നാൽ തനിക്ക് പിന്നെ ഇവിടെ നിൽക്കാൻ പറ്റില്ല. സി ബ്ലോക്കിൻ്റെ കാര്യം നല്ല കഷ്ടമാണ്. പിന്നെ കോളേജിലോട്ട് വരാൻ അങ്ങനെയൊന്നും വണ്ടി പെട്ടെന്ന് കിട്ടൂല. എന്തുകൊണ്ടും ബി ബ്ലോക്ക് തന്നെ തനിക്ക് ബെറ്റർ ചോയ്സ്. എന്തെങ്കിലും ഉണ്ടേ പറഞ്ഞാൽ മതി. സിമിയ സിസ്റ്റർ. ഓക്കെ, എന്നാൽ കയറിക്കൂ. ഇതാ റൂം. വരൂ, നിന്റെ മോക്ഷവും മുക്തിയും ഞാനാകുന്നു. മിസ്, ന്യൂ റൂമേറ്റാ ലിയോണ, ഫസ്റ്റ് ഇയർ. ഒരുപോലെ ഉണ്ടല്ലോ രണ്ടാളെയും കാണാൻ. അന്ന് ഞാൻ അവരോടൊന്നും മിണ്ടിയില്ല. എല്ലാവരും പറഞ്ഞത് എൻ്റെ മൈൻഡിൽ അങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. ഐ ഡോണ്ട് നോ വാട്ട് ടു ടാൽക്ക് ആൻഡ് ഹൗ ടു ടാൽക്ക്. അവർ കുറച്ചു നേരം കുടിച്ച് ചെല്ലിൽ കൂടെ മഴ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഉറക്കം വരാതെ ഉറങ്ങിയെന്ന് വരുത്തി എൻ്റെ കട്ടിലും ചുരുണ്ടുകൂടി. तू आती है सीने में, जब जब सांसें भरता हूँ, तेरे दिल की गलियों से मैं हर रोज गुजरता हूँ। हवा के जैसी चलती है तू, मैं रेत जैसा उड़ता हूँ। कौन तुझे यूं प्यार करेगा जैसे मैं करता हूँ। ഗുഡ് മോർണിംഗ് ജാസ്മിൻ ചേച്ചി. ഗുഡ് മോർണിംഗ്. ഇന്ന് ക്ലാസ് ഇല്ലല്ലോ, എന്താ പരിപാടി? പ്രത്യേകിച്ചൊന്നുമില്ല. എങ്കിൽ ക്യാൻറ്റീനിലോട്ട് ചെല്ല്. 10 കഴിഞ്ഞാൽ മെസ്സ് ക്ലോസ് ചെയ്യും. ജിയോണ മിസ്സിനെ നോക്കണ്ട. മെസ്സ് നയിക്കാൻ 11 ആവും. അത് രാവിലെ കഴിക്കാറൊന്നുമില്ല.
മോർണിംഗ് മോർണിംഗ്. മിസ് എവിടെയായിരുന്നു? രാവിലെ പോയാണല്ലോ. കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു. നീ എന്തിനാ കരയുന്നത്? ഐ ഫീൽ സോ ലോൺലി. എനിക്കിവിടെ ആരും ഇല്ലാത്ത പോലെ. എല്ലാവരും മിസ്. ആരും സംസാരിക്കുന്ന പോലുമില്ല. മിസ് പോലും സംസാരിച്ചില്ലല്ലോ. എനിക്ക് എൻ്റെ വീട് മിസ്സാവുന്നു. എനിക്ക് പോകണം. ഇറ്റ്സ് ഓക്കെ. ഈ ഫസ്റ്റ് ടൈമാണോ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത്? പഠിക്കൊന്നും വേണ്ടേ? ജോബ് വേണ്ടേ? എപ്പോഴും വീട്ടിൽ നിന്ന് നടക്കുമോ കാര്യങ്ങൾ? നിന്നോടാണ് ചോദിച്ചത്. ഇല്ല. വീട്ടിലോട്ട് വിളിക്കണോ? അതിനോട് ഫോൺ അലൗഡ് അല്ലല്ലോ. അത് നിനക്കല്ലേ, നിനക്കല്ലല്ലോ. എന്നാ കണ്ണും തുറച്ചാൽ കഥ പോയി വിളിച്ചിട്ട് പാടി പോത്തും കണ്ണേ. താങ്ക്സ്. കിട്ടി ബോധിച്ചു. നീ ചെന്ന് കിടന്നു. നാളെ ക്ലാസ്സുള്ളതല്ലേ. പിന്നെ ഇവിടെ ആരും ഇല്ല എന്നൊന്നും വിചാരിക്കണ്ട. കാരണം ഇവിടെ ആർക്കും ആരുമില്ല. എല്ലാവരും അവരവരുടെ കാര്യം തന്നെ നോക്കൂ. പിന്നെ ഇപ്പം ഞാനുണ്ടല്ലോ. എന്തുണ്ടെങ്കിലും എന്നോടൊരാൾക്കാ നിനക്ക്. കേട്ടോ? കേട്ടു. ഇതൊന്ന് വാ തുറന്ന് പറഞ്ഞാൽ എന്താ? നാവില്ല നിനക്ക്? ദോ ഉണ്ട്. ഡേ ഒരു കാകടി. അവിടെ നിന്ന് അങ്ങോട്ട് അവളെന്നെ ഒരുപാട് കെയർ ചെയ്യാൻ തുടങ്ങി. വീട്ടിൽ നിന്ന് മാറിയ വിഷമമൊക്കെ എനിക്ക് മാറി. ആ റൂം എനിക്കൊരു വീട് തന്നെയായി മാറി. അവളും ഒരുപാട് മാറി. കള്ളോടിയൊക്കെ കുറഞ്ഞു. എന്നോട് കുറേ സംസാരിക്കാൻ തുടങ്ങി. എന്ത് വിഷമമുണ്ടെങ്കിലും ഐ ഫീൽ എനിക്കത് ഷെയർ ചെയ്യാൻ, എന്നെ ഓക്കെ ആക്കാൻ ഒരാളുണ്ട്. ഞങ്ങൾ ഒരുപാട് ക്ലോസായി. തോട്ടത്തിൽ പൂവെല്ലാം കെട്ടുപാർ, എൻ വീട്ട് ജന്നൽ കമ്പി എല്ലാമേ കെട്ടുപാർ, എൻ വീട്ട് തെന്നങ്കീற்றை இப்போதே கெட்டுப்பார், என் நெஞ்சை சொல்லுமே. என் வீட்டு தோட்டத்தில் பூவெல்லாம் கெட்டுபார், என் வீட்டு ஜன்னல் கம்பி எல்லாமே കെട്ടുപാർ. ഈ സാധനത്തിൻ്റെ എപ്പോഴേലും അടങ്ങിയിരിക്കുമോ തമ്പുരാനെ? ഇല്ല. வாய்ப்பாட்டு பாடும் பெண்ணே மௌனங்கள் கூடாது, வாய்ப்பட்டு சத்தம் எல்லாம் பெண்ணுக்கு ஆகாது. ഇതാണ് നമ്മുടെ ഹോസ്റ്റൽ ലൈബ്രറി. നീ ഇവിടെ വന്നിട്ടില്ലല്ലോ. ഇവിടെ ലൈബ്രറിയൊന്നുമില്ല. ബുക്കൊക്കെ എടുത്തതോ ആ രജിസ്റ്ററിൽ എഴുതിക്കോണം. നിനക്കേത് ടൈപ്പാണ് ഇഷ്ടം? ലവ് സ്റ്റോറി, ഹാപ്പി എൻഡിങ് ഒക്കെ ഉള്ള റൊമാൻറ്റിക് ലവ് സ്റ്റോറി. അതെവിടെയെന്ന് എനിക്കറിയില്ല. എൻ്റെ ടൈപ്പ് ഹൊറർ, സൈക്കോട്ടിക്, ട്രാജഡി, കോമഡിയൊക്കെ.
അതറിയില്ല, ഈ കൊന്ന് തലയൊക്കെ വെട്ടി ചോരൊക്കെ ഒഴുകുന്ന. എന്താ? ഒന്നുമില്ല. നീ നോക്ക്. മിസ് പൊക്കോ. കൊന്ന് ചോരയൊക്കെ ഒഴുകുന്ന. എന്താടേ? ഏയ് ഒന്നുമില്ല, ഞാൻ ആക്ടിങ് ബുക്ക് നോക്കിയതാ. கொஞ்சம் பூரணமே வா நீ கொஞ்சம் இசை பஞ்சவர்ண பூதம் நெஞ்சம் நிறையுதே. നീ എന്താ ഫുഡ് കഴിക്കാത്ത? ജാസ് പറഞ്ഞല്ലോ. അതെനിക്ക് വിശക്കുന്നില്ല. ബ്രേക്ക് ലേറ്റായിട്ട് കഴിച്ച. എപ്പോ? എപ്പോന്ന്? അത് 9 മണിക്ക്. എന്ത് നിന്റെ നാവ് ഇറങ്ങിയ? വെള്ളം അടിച്ചു കോഴിക്ക് ഞാൻ അന്നത്തെ പോലെ നാവ് കാണിക്കാൻ വന്ന. ഇപ്പം സമയത്രായി? 2:30. കഴിഞ്ഞ വട്ടം റൂമിൽ തലകറങ്ങി വീണത് നിനക്ക് ഓർമ്മ ഉണ്ടോ? അത് ഏത്? എനിക്ക് വിശക്കുന്നില്ല. ജാസ്, ഇന്ന് ഉച്ചയ്ക്ക് എന്തായിരുന്നു? അത് മിസ് മത്തനും വഴുതനയും കൂടെ കൊളാബറേറ്റ് ചെയ്ത് എന്തോ ഒരു സംഭവം. വെറുതെ അല്ല. തവളക്കണ്ണിക്ക് മത്തൻ ഇറങ്ങൂലോ. ബിരിയാണി കഴിക്കാൻ പോവാ. ഞാൻ റെഡി ആയിട്ട് വരാം. മിസ് ചാവി എടുത്ത് വണ്ടിയിലിരുന്നു. മിസ് എവിടെ? ദോ പോകുന്നു. മിസ് എങ്ങോട്ട് ഇവളുടെ കൂടെ പോണേ? നിനക്കറിയില്ലേ അത് മിസ്സും അപ്സര ബേബിയും തമ്മിലെ റിലേഷനില്ല. നീ മിസ്സിന്റെ റൂംമേറ്റ് അല്ലേ? നിനക്കറിയില്ലേ? ഓ, നിനക്കറിയില്ലായിരുന്നല്ലേ? ജിയോണ മിസ്, ഹാപ്പി വാലന്റൈൻസ് ഡേ. ഹാപ്പി വാലന്റൈൻസ് ഡേ ബേബി. നിനക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ റൂം സ്വിച്ച് ചെയ്യാൻ അപ്സര റെഡി ആട്ടോ. മിസ് എന്താടി? വാ പോവാ. എങ്ങോട്ട്? ടൈമായി. ഓ, അവളുടെ കൂടെ അല്ലേ നിൽക്കുന്നത്, പിന്നെ എങ്ങനെ പോതുണ്ടാവാം? വെളിവില്ലാത്ത പോത്ത്. എന്തോന്ന്? ടൈമായിന്ന്. മിസ് ചെയ്തൂടെ? നീ നടന്നോ, ഞാനിത് പറഞ്ഞു കൊടുത്തിട്ട് വരാം. എന്നൊക്കെ പറ്റൂല, ഇപ്പൊ വന്നോണം. ലിയോണ, എന്താ നിനക്ക്? കുന്തം, ഇങ്ങോട്ട് വരാൻ. കേറങ്ങോട്ട്. ആരാ ഈ അപ്സരസ്? അപ്സരസോ? എന്തോന്ന്? ഏത് അപ്സരസ്? അപ്സര ബേബി നീയും തമ്മിൽ എന്ത് നടിമോലും മല്ലേ? നീയോ? എടി ഞാൻ നിന്റെ മിസ്. അവളെൻ്റെ സ്റ്റുഡൻറ്റ്, അല്ലാതെ എന്താ? അല്ല, നിങ്ങൾ തമ്മിൽ കമ്മിറ്റഡ് ആണെന്ന് ആ പെണ്ണെന്നോട് പറഞ്ഞു. ഏത്? ആ അപ്സരയുടെ ബെസ്റ്റിയോ? എടി അവള് നിന്നെ പറ്റിച്ചത്. അല്ല, ഞാനും അപ്സരയും തമ്മിൽ റിലേഷനിലാണേ തന്നെ നീ എന്തിനാ എത്ര ടെൻഷൻ അടിക്കുന്നത്? ആരടിച്ച്? ഞാനൊന്നും അടിച്ചില്ലല്ലോ. നീയല്ലേ കുറച്ചു മുമ്പ് അവിടെ തുള്ളുന്നുണ്ടായിരുന്നേ അപ്സരസ് എന്നും പറഞ്ഞ്. ആ ടൈം അതിനല്ല, അതെനിക്ക് ടൈമായോണ്ട് ഞാൻ പോന്നെ. എനിക്ക് ടൈമായി. ഡേ നിക്കടി അവിടെ. നിൽക്കാൻ കൈ വിടും മിസ്സേ. നിക്കടി. എന്താ, നിനക്ക് എന്നെ ഇഷ്ടമാണോ?
നിനക്ക് എന്നെ ഇഷ്ടമാണോ? മാറങ്ങോട്ട്. പറയൂല. നിനക്ക് പറ്റും. നീ എന്നെ ഓടിത്തോപ്പിക്കടി മല്ലും പല്ലി. നീ ആരാടി? നാരായണോ? അങ്ങനെ ഡേയ്സ് പിന്നെയും കുറേ പോയി. അവൾ ആ ഡൗട്ട് ഉറപ്പിക്കാൻ എൻ്റെ പുറകെ കുറേ നടന്നു. ലിയോണ എവിടെ? ഇന്ന് നേരത്തെ ഇറങ്ങിയല്ലോ മിസ്സേ. അവൾ വന്നോ? പെട്ടിയൊക്കെ എടുത്ത് പോയല്ലോ. വീട്ടിൽ പോയതാ. ഇനി ഒരു 2 വീക്ക് ആവും വരാൻ. മിസ്സിനോട് പറഞ്ഞില്ലേ? എന്താ അവൾ എന്നോട് പറയാതെ പോയെ? ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? I feel so disturbed. എനിക്കിപ്പോൾ എന്തായാലും വേണം. മിസ്സേ, എന്താ? എന്തിനാ ഇഷ്ടത്തിരിക്കുന്നത്? എന്തിനാ നീ അറിയുന്നേ? നീ എൻ്റെ ആരാ? റൂംമേറ്റോ? ആ ഒരു റിലേഷൻഷിപ്പ് വെച്ചൊരു കോപ്പം ആരും ചോദിക്കണ്ട. നിനക്കൊരു വാക്ക് പറഞ്ഞോടി എങ്ങോട്ടിൽ ഇറങ്ങി പോകുമ്പോൾ എന്നോട്. ബസ്സിന് ടൈമായോണ്ട് അമ്മ വിളിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് ഇറങ്ങി ഓടിയതാ. ഞാൻ ജാസിയോട് പറഞ്ഞായിരുന്നല്ലോ മിസ് വരുമ്പോൾ പ്രത്യേകം പറയണമെന്ന്. എന്തിനാ ഇങ്ങനെ കുടിക്കുന്നത്? കുടിച്ച നീ വേറെ ആരോ. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ, ഒരുപാട് പേര് കുടുംബം തലയ്ക്കുന്ന ഹാപ്പിനെസ് കളയുന്ന കണ്ണീരിന് കാരണമാവുന്ന വിഷം അത്. ഐ ഹേറ്റ് ഇറ്റ്. നീ ഇത് കുടിക്കല്ലേ? മിസ്സേ, ആൻഡ് ഷീസ് ആൽക്കഹോളിക്. സോ അതിൽ കയറി ഇടപെടാൻ നിൽക്കരുത്. നിന്നാ തനിക്ക് പിന്നെ ഇവിടെ നിൽക്കാൻ പറ്റില്ല. എന്താടി ചെയ്ത്? നിനക്കറിയോ, ഇതെൻ്റെ ഹാപ്പിനെസ്സാണ്. ഇതിൻ്റെ ലഹരിയാണ് എനിക്ക് സമാധാനം തരുന്നത്. വേണ്ട, ഇത് നമുക്ക് വേണ്ട. കളഞ്ഞേക്കാം. ഇതിൻ്റെ ഹാപ്പിനെസ്സും സമാധാനവും നീ തരുമോ? നീ തരുമോ? ഞാൻ തരാം. നിനക്ക് ഹാപ്പിനെസ്സും സമാധാനം കിട്ടുന്ന ലഹരിയായി ഞാൻ മാറാം. ലിയോണ, എന്താ നീ ചെയ്യുന്നേ? ഐ ലവ് യു. ഐ ലവ് യു. നീ ഇങ്ങനെ കുടിച്ചാവുന്നതാണ് എനിക്കാവൂല.
ഐ ലവ് യു. കെട്ടു? എന്താ അത്? കെട്ടുകളുടെ ഷോർട്ട് ഫോം കെട്ടു. അല്ല, നിനക്ക് 2 ഡേ കഴിഞ്ഞ എക്സാം അല്ലേ? പഠിക്കാനുള്ള പ്ലാനൊന്നുമില്ലേ? പഠിക്കാം, ബട്ട് എനിക്കെന്ത് കിട്ടും? എന്താണ് മഹതി പറയാൻ വരുന്നത്? കെട്ടു, നമ്മൾ സെറ്റായിട്ട് എത്രയായി? ഞാൻ ഫുൾ മാർക്ക് വാങ്ങാം പ്ലീസ്. ഇത് പെണ്ണ് അടി വാങ്ങും നീ. പഠിക്കുന്ന ടൈം നിൻ്റെ കോൺസെൻട്രേഷൻ കളയുന്ന ഒന്നുമില്ല. പിന്നെ അന്ന് കെട്ടു കുടിച്ചിട്ട് നടന്നതും അത് പിന്നെ എനിക്ക് ബോധമില്ലാത്ത ടൈം ആ സിറ്റുവേഷൻ മനസ്സിലാക്കി എന്നെ വശീകരിക്കാൻ നീ ചെയ്തത് മലക്കല്ല്. അത് പിന്നെ മഴയത്ത് കുടിച്ചിട്ട് കേട്ടുള്ള ഡ്രസ്സൊക്കെ ഷൂ മിണ്ടല്ല. പോയി പടി കേട്ടു പോവാൻ. ഓ, ഈ മലരെൻ്റെ കണ്ണ് തെറ്റി ആ നെഞ്ചത്തോട്ട് കയറിക്കോളും. ഇവളുടെ കൈയൊടിക്കണോ അതോ കാലൊടിക്കണോ? അത് തന്നെ ഇഷ്ടത്തിന് ചെയ്താൽ മതി. ഇന്നെങ്ങനെ തന്നെ ചെയ്യാം മിസ്സേ. ഓക്കെ തൻ. എന്താ അവിടെ? അതിന് അവൾക്കൊരു ഡൗട്ട് പറഞ്ഞു കൊടുത്തേ. ഇവക്ക് എപ്പോഴും ഡൗട്ടാണല്ലോ. ഇവളുടെ ഡൗട്ട് ഞാൻ ഒരു ദിവസം തീർത്തു കൊടുക്കുന്നുണ്ട്. അന്നായിരിക്കും ഇവളുടെ അന്ത്യം. നീ ഇപ്പം എന്തിനാ ചാടിത്തുള്ളി വന്നേ? ഓ, ഇപ്പം ഞാൻ വന്നേ കുഴപ്പം. അല്ലെ കുറച്ചു നേരം കൂടെ സൊള്ളായിരുന്നല്ലോ അവളോട്. നീ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുമ്പോഴേ എൻ്റെ തല നിന്നത് കാര്യം പറയടി പന്നെ കിട്ടിയോളെ. അത് ഇവിടെ വാ. ഇത് ഹോസ്റ്റലല്ല, കോളേജാ. അതിന് എനിക്ക് തോന്നുന്നിടത്ത് വെച്ച് തോന്നുന്ന പോലെ ചെയ്യും എൻ്റെ കിട്ടിയോളാം. ഓഹോ, മാഡം ചെയ്യാൻ വന്നതാണോ? കേട്ടു, ഇന്ന് റിസൾട്ട് വന്നു. എനിക്ക് ഫുൾ മാർക്ക്. കൺഗ്രാറ്റ്സ്. ഇത് മാത്രം പോരാ. പിന്നെ അന്ന് ഞാൻ ചോദിച്ചത് നീ കുടിച്ച ദിവസത്തെ പോലെ വെറുതെ അല്ല, ഓടിത്തുള്ളിയുള്ള ഈ വരവ്. നീ മാറിക്ക. കേട്ടു, എന്തോന്ന് കുന്തോന്ന്. കുരുട്ടിൻ്റെ ക്യൂട്ട്നെസ് കണ്ട് ആരേലും പറയോ ഇതിൻ്റെ കയ്യിലിരിപ്പ് ഇതാന്ന്? നിന്റെ ചിമ്മി ചേച്ചിയുടെ ഡേവിഡളേൻ്റെ മിച്ചയുടെയൊക്കെ വിചാരം ഇതെന്തോ ഇപ്പം ജനിച്ച കുഞ്ഞാവയാണെന്ന്. അതവർക്കല്ല, നിനക്ക് ഞാൻ കിട്ടുള്ളല്ലേ വലിയ ഭാവ. അങ്ങോട്ട് മാറും. കേട്ടു, കാലഘട്ടത്തിൽ ഞാൻ എങ്ങനെ പറഞ്ഞ് സമ്മതിക്കേണ്ട ഈശ്വര. കിട്ടു സുഖമല്ലേ? ഇല്ല, കുറച്ച് തരുമോ? അത് തരാനല്ലേ ഞാൻ വന്നേ. എന്താ ഇങ്ങനെ പോയാ ഈ റൂമിൻ്റെ പുറത്തായിരിക്കും ഇന്ന് നീ കിടക്കാൻ പോണേ പൊന്നെ. തോന്നു കിട്ടുമോളെ, സ്നേഹമില്ലാത്ത അൺറൊമാൻറ്റിക് സാധനം. അതെ, നീയേ വേണേ എന്നെ സഹിച്ചാൽ മതി കേട്ടോ, അല്ലേ ഡ്രൈവ് വാഷ് വന്നിട്ട് പോകണം. ഇനി പറഞ്ഞിട്ട് കാര്യമല്ല. അറ്റാക്ക് എട്ടി നിന്നെ. എന്താ മിസ്സേ, രണ്ടുകൂടെ അടികൂടാണോ? അത് ഞാനൊരു സാധനം ചോദിച്ചിട്ട് മിസ് തരണില്ല ചേച്ചി. അതെന്ത് സാധനം? അത് ഇവക്ക് വട്ട. നീ എന്തിനാ വന്നേ? മിസ്സിന് വെള്ളം തരാൻ. ഞാൻ എടുത്തായിരുന്നു, നീ പൊക്കോ. ഓക്കെ, ഗുഡ് നൈറ്റ്. അവർ പോയി. അതിന് നീട്ടുന്നല്ലേ. നാളെ രാവിലെ കിട്ടുന്നു. புது வெள்ளை மழை இங்கு பொழிகின்றது. இந்த கொள்ளை நிலாவுடல் நனைகின்றது. புது வெள்ளை மழை இங்கு பொழிகின்றது. இந்த கொள்ளை நிலாவுடல்
പെയ്യുന്നു, മഴ പെയ്യുന്നു. മഴയത്ത് കിട്ടുന്ന കെട്ടിപ്പിടിച്ച് കിടക്കാൻ എന്ത് സുഖമാണെന്നറിയോ? ഇന്ന് ക്ലാസ്സൊന്നും ഇല്ലല്ലോ, നമുക്ക് ഈവനിങ് വരെ ഇന്ന് ഫുള്ള് ഇങ്ങനെ കിടക്കാം. മഴ കിട്ടുൻ്റെ സൂട്. അത് ജസ്റ്റ് റൂമായിരുന്നില്ല, അത് ഞങ്ങളുടെ ഹെവനായിരുന്നു. കെട്ടു, ഞാൻ വന്ന് കഴിഞ്ഞ നിന്റെ 2 days അമ്മായിമ്മ വിസിറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? ടെററായിരുന്നു കെട്ടു. എനിക്ക് പേടിയാവുന്നു. എന്തിനാ? ഇനി ഏകദേശം എക്സാമൊക്കെ 6 months കഴിഞ്ഞ് കഴിയും. ഇവിടെ നിന്ന് ഇറങ്ങുമല്ലോ. അമ്മ എൻ്റെ മാരേജിൻ്റെ കാര്യം പറയുന്നുണ്ട്. നിൻ്റെ അപ്പം കുറച്ച് ദിവസമല്ലോ മാരേജിൻ്റെ കാര്യം പറഞ്ഞ് നിനക്ക് പ്രഷർ തരാൻ തുടങ്ങിയിട്ട്. എനിക്ക് പേടിയാവുന്നു നിന്നെ നഷ്ടപ്പെടുമെന്ന്. എല്ലാം വരുന്ന പോലെ വരട്ടെ. ആൻഡ് ഒന്നറിയാം, നിനക്കൊരിക്കലും നിൻ്റെ അപ്പയും അമ്മയും വിട്ട് എൻ്റെ കൂടെ വരാനാവില്ല എന്ന്. ഇന്നത്തെ കാലത്ത് കുറേ പേര് സ്വന്തം അപ്പയും അമ്മയും വിട്ട് ഇന്നലെ കണ്ടവരുടെ കൂടെ പോകുന്നു. അവരുടെ ഇടയിൽ നിൻ്റെ ഈ ഡിസിഷൻ ഞാൻ എന്നും റെസ്പെക്റ്റ് ചെയ്യും. ആൻഡ് ഇപ്പോൾ നിൻ്റെ എക്സാംസാണ് വരുന്നത്, അതിനെക്കുറിച്ച് മാത്രം ആലോചിച്ചാൽ മതി. വേറെ ഒന്നും നിൻ്റെ തലയിൽ കയറ്റി വെക്കല്ല. കേട്ടോടി തവള കണ്ണി പൊടി മാലും പല്ല്. കെട്ടു, ഈ നട്ട പാതിരക്ക് എങ്ങോട്ടാ? കണ്ണടക്ക്. ഹാപ്പി ബർത്ത്ഡേ കിട്ടിയോളെ. ലവ് യു സോ മച്ച്. എപ്പോഴും ഹെൽത്തിയായി സമാധാനത്തോടെ സന്തോഷത്തോടെ ഇരിക്കും. കെട്ടുവാ കേക്ക്, ഞാൻ എടുത്തോളാം. കെട്ടിയോളെ, അന്ന് August 17 നീ എൻ്റെ ലൈഫിലേക്ക് വന്നതിന് ശേഷം ഞാൻ ജീവിക്കാൻ തുടങ്ങിയത്. അതിനോ നമ്മുടെ ഇടയിൽ താങ്ക് യു സോറി ഇല്ല. നീ എനിക്ക് തന്ന ഈ സ്പെഷ്യലായിട്ടുള്ള ലൈഫിന് എനിക്ക് എന്തൊക്കെ തന്നാലും മതിയാവില്ല. ബട്ട് ഞാനിപ്പോൾ ഒരു ഗിഫ്റ്റ് തരാൻ പോവുക. എൻ്റെ ഈ ഗിഫ്റ്റ് നീ എന്നും ഓർക്കണം. എന്താ അത്? ഒരു റിങ്ങാ. ഐ ലവ് യു കിട്ടിയോളെ. വിൽ യു മാരി മീ? എന്നെ നഷ്ടപ്പെടുത്തുമെന്നുള്ള നിൻ്റെ എല്ലാ പേടികളും ഇങ്ങനെ ഇല്ലാതാക്കാനാണ് എനിക്കിഷ്ടം. എല്ലാവരെയും വിളിച്ചു കൂട്ടി നമ്മുടെ അപ്പന്മാരെയും അമ്മമാരെയും കൂടെ ഒരു മാരേജ് ഉണ്ടോയെന്നറിയില്ല. ഇല്ലേ, ഇതായിരിക്കും നമ്മുടെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് മാരേജ്. വിൽ യു മാരി മീ? യെസ്, ഐ ലവ് യു കിട്ടു. അങ്ങനെ കെട്ടിയോളം എന്നുള്ള വിളിക്കൊരു അർത്ഥമായി. പോവാം. എങ്ങോട്ടാ? ഫസ്റ്റ് നൈറ്റിനോ? 349 നൈറ്റ്. ലെറ്റ്സ് മേക്ക് ഇറ്റ് 350. റീൽ ഡയലോഗ് പറഞ്ഞ ആൾക്ക് കാലം നടത്തി. നീയല്ല എന്നോട് ഈ റീൽ ഉണ്ടാക്കി തരാൻ പറഞ്ഞ. അതെ, ശരിക്കും 315 ആക്കുമോ? പള്ളിനായിട്ടെക്കും എക്സാമാണ് വരുന്നത്. മര്യാദക്ക് പോയിരുന്ന് പഠിച്ചോ. പിന്നെ അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി പ്രൊഫസർ മേഡം. പള്ളിയെന്നെ ആടിയത്. പിന്നെ നീ എങ്ങനെ എൻ്റെ ജെമിനേട്ടൻ്റെ കുട്ടികളായി ഇവിടെ വന്നേ? അമ്മയെല്ലാം അറിഞ്ഞു. ആരോ ഞങ്ങളുടെ മാരേജ് ഫോട്ടോസ് കിട്ടുവിൻ്റെ എൻ്റെ പാരൻസിന് അയച്ചു കൊടുത്തു. എന്താടി ഇത്? അത് ലിയോണ, എന്നോടാ ഞാൻ ചോദിച്ചത് എന്താ ഇതെന്ന്.
അതമ്മ, ഇതിനാണോടി നിന്നെ ഞാൻ പഠിക്കാൻ വിട്ടത്? ഫസ്റ്റ് ഡേ തന്നെ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കല്ലോ. എന്നിട്ട് നീ മതി കിട്ടു വേണ്ട. എൻ്റെ മോളെ ഞാൻ തല്ലുമ്പോൾ തടയാൻ നീ ആരാടി? ഞാൻ അവളുടെ കുട്ടിയോള്. ഈ പിക്സിലുള്ള അവളെ കല്യാണം കഴിച്ച് ഞാനാ. പിന്നെ എന്ത് പറഞ്ഞാലും എൻ്റെ മുന്നിലിട്ട് അവളെ തല്ലിക്കൊല്ലുന്നതാണ് എനിക്കാവില്ല. എനിക്ക് അവളെ ഇഷ്ടം, അവൾക്ക് എന്നെ. നിങ്ങൾ രണ്ടുപേരും വേണം എന്നെ തല്ലിക്കോ, ഞാനാ കൊണ്ടുപോയി അവളെ കല്യാണം കഴിച്ച. ലിയോണ, എനിക്കിപ്പോൾ അറിയണം, നിനക്ക് അമ്മ വേണോ അതോ കെട്ടിയോളെന്ന് പറയണ ഇവള് വേണോ? കെട്ടു. ഇന്ന് ഞാനിവിടെ നിന്ന് ഇറങ്ങിയ അമ്മ എന്ന് പറയുന്ന ഒരു റിലേഷൻ നിനക്ക് ഉണ്ടാവില്ല. കെട്ടു. ഇതിൻ്റെ ആൻസർ എനിക്ക് ഓൾറെഡി അറിയാം. ഒരിക്കലും നിങ്ങളെ കരയിപ്പിച്ച് അവളെ എൻ്റെ കൂടെ ഇറങ്ങി വരില്ല. ബട്ട് ഒന്നുണ്ട്, ഒരിക്കലും നിങ്ങൾക്ക് അവളെ എനിക്ക് തരേണ്ടി വരും. ഇവളുള്ള ഈ കോളേജിൽ നീ എക്സാം എഴുതണ്ട. നിങ്ങളെന്തോ നീ പറയുന്നത്? ഇനി 6 months കൂടെ ഉള്ളൂ. ആ എക്സാമൂടെ പാസ്സായാലേ അവൾക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂ. വേണ്ട, ഞാൻ പൊക്കോളാം. ഞാൻ വേറെ കോളേജിലോട്ട് പൊക്കോളാം. ഇവളുടെ ഇത്രയും കാലത്തെ കഷ്ടപ്പാട് ഞാൻ കാരണം ഇല്ലാതാവല്ല. മതി, വാ. നീ ഒരു കോളേജിലും പോകണില്ല. എന്താ വേണ്ടെന്ന് എനിക്കറിയാം. போகிறேன் தன்னாலே என்று தேடினேன் உன் வாசம் நான் ஏங்கினேன் உன் காதலை கொண்டு போகிறேன் உன்னாலே நான் ஒரு நாள் உன்னை பார்த்தேன் எதையே நான் இழந்தேன் அழகாய உசுர கொத்தி புட்ட செவனே கடந்த செதறாம இருந்த കെട്ടു. അവൾ ഒരു വേറെ കല്യാണം കഴിച്ചു. ഇങ്ങോട്ട് പാടി. இது என்ன புதுவிதமாயம் என் நெஞ்சில் நீ தந்த காயம் என்னை விட்டு நீ செல்லும் நேரம் விடுகதையானதடி നിങ്ങൾക്ക് സംഭവിച്ചത് ഇറ്റ്സ് സോ ഹാർഡ് ടു അക്സെപ്റ്റ്. ബട്ട് ട്രസ്റ്റ് മീ, എൻ്റെ ജിമിനേട്ടൻ നല്ല ആളാണ്. ഒരിക്കലും ഏട്ടത്തിനെ കരയിപ്പിക്കില്ല. അവളെ പോലെ എന്നേലും ഏട്ടത്തിക്ക് എൻ്റെ ഏട്ടനെ കാണാൻ കഴിയാം. ഹി വിൽ ഗീവ് യു എ ബെസ്റ്റ് ലൈഫ്. എന്താടാ, കഴിഞ്ഞില്ലേ നിൻ്റെ ഏട്ടത്തിനോട് ടൽക്ക്? ഓ പൊക്കോളാം. അതെ, തനിക്ക് എപ്പോഴേലും കംഫർട്ടബിൾ ആകുമ്പോൾ തനിക്ക് പറയണമെന്നുണ്ട്. ഇതെല്ലാം ഏട്ടനോട് പറഞ്ഞേക്കാം, ഏട്ടന് മനസ്സിലാവുമെന്ന്. എന്താടാ ഒരു രഹസ്യം പറിച്ചിൽ? കല്യാണത്തിനോ നേരത്തെ വരില്ല, കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് നൈറ്റിൻ്റെ നേരത്ത് കറക്റ്റായിട്ട് വന്നിരുന്നോളൂ. അത് ഞാൻ ഏട്ടത്തിനൊന്ന് പരിചയപ്പെട്ടതല്ലേ, എന്തോന്ന് ഇത് കടിക്കൂ? ആ ചിലപ്പോൾ കടിച്ചെന്നൊക്കെ വരും. ഞാനല്ല, വേറെ ആള്. അതുകൊണ്ട് മര്യാദയ്ക്ക് ഇറങ്ങിപ്പോക്കോ. ഡേയ് മതി, എല്ലാം ഇറങ്ങിപ്പോക്കെ. ആ പെങ്ങളെ, നീ അങ്ങോട്ട് നടക്കും. നെക്സ്റ്റ് നിന്റെ റൂമാ. എവിടെ നിന്റെ ചെറുക്കാൻ? ഇവന്റെ തലയ്ക്ക് എന്തേലും പറ്റിയ? അപ്പയമ്മ ഒന്നും പറഞ്ഞിട്ടില്ല, അതിൻ്റെയാ. എന്റെ ചെറുക്കനല്ലാടാ മോനെ, പെണ്ണ. ജിയോണയുടെ കെട്ടിയോള് ലിയോണ. ഞാൻ ജിമിനേറ്ററുടെ വൈഫാന്നാ ഇവൻ വിചാരിച്ചേക്കണം. അപ്പൊ ഇത് ജിമിനേട്ടൻ്റെ പെണ്ണല്ലേ? നോ, എൻ്റെ പെണ്ണിതാ ഹോബ. അപ്പൊ നീ ഇത്രയും നേരം പറഞ്ഞത് എൻ്റെ സ്വന്തം ചേച്ചിയെ കുറിച്ചാണോ? അതെ മോനെ, എന്നേലുമൊക്കെ വീട്ടിൽ വരണം. വല്ല അമേരിക്കയിലും പോയി കിടന്നാ വീട്ടിൽ നടക്കുന്നൊന്നും അറിയാനാവില്ല. അപ്പൊ നിങ്ങൾ എങ്ങനെ സെറ്റായേ? അത് ഞാൻ പറഞ്ഞല്ലേ, എൻ്റെ അമ്മായിയമ്മയ്ക്കും ഇവളെൻ്റെ കയ്യിൽ തന്നെ തരേണ്ടി വരുന്നു. കുറച്ചു കാലം വരുന്ന മാരേജൊക്കെ നോ പറഞ്ഞ് ഇതുങ്ങൾ രണ്ടും നടന്നപ്പോൾ ഇവളുടെ അമ്മയ്ക്കും എൻ്റെ കെട്ടിയവനും തോന്നി ഇനി ബലം പിടിച്ചു നിന്നിട്ട് കാര്യമില്ലാന്ന്. എന്നോട് ഞാൻ എപ്പോഴാടാ വരാൻ പറഞ്ഞത്? കല്യാണത്തിന് 2 ദിവസം മുന്നേ. ഇനി എപ്പോഴാന്നിട്ട് വന്നേ? കല്യാണം കഴിഞ്ഞ്
impersonating the type. ചെവി പെട്ടെന്ന് സ്വയം അല്ലേലും ആണാണേലും പെണ്ണാണേലും നമ്മളായി കണ്ട് സ്നേഹിക്കുന്ന ഒരാളെ കൂടെ ജീവിപ്പിക്കില്ല എന്ന് പറഞ്ഞ് അറിയാത്ത ഇഷ്ടമില്ലാത്ത ഒരാൾക്ക് പിടിച്ച് കെട്ടിച്ചു കൊടുത്ത് അങ്ങ് ജീവിക്കുമെന്ന് പറയണതിൽ എന്ത് ന്യായമുള്ള? ഇവർ ജീവിക്കട്ടെ. എന്നാലും അമ്മ ഇവനെ പിടിച്ചോണ്ട് പോക്കെ. അപ്പം അങ്ങോട്ട് നിന്റെ ഡൗട്ട്സൊക്കെ അമ്മ തീർത്ത് തരാം. എന്ത് മൊയിലും പല്ലി നോക്കുന്ന ക്യൂട്ട്നെസ് കൂടി വരുന്നുണ്ട് ഇതിന്. കെട്ടുന്നു വാടിത്തോള കണ്ണി. കെട്ടു, നമ്മൾ ഒന്നിക്കുന്നു നീ വിചാരിച്ചായിരുന്നോ? സ്വപ്നത്തിൽ പോലുമില്ല. നീ ഏതേലും തവളക്കണ്ണനെ കെട്ടിപ്പോകുന്നു ഞാൻ വിചാരിച്ചു. തവളക്കണ്ണൻ നിന്റെ കുഞ്ഞമ്മയ്ക്ക്. കുഞ്ഞമ്മയില്ല, നിന്റെ അമ്മായിമ്മയുണ്ട് അപ്പുറത്ത്. വിളിക്കണോ? അതെ, എനക്കൊരു ഡൗട്ട് കൂടെ. ഇറങ്ങി പോടാ പട്ടി. അവൻ്റെ ഒരു ലക്ഷ്യമൊരു ഡൗട്ട് വേണ്ടായിരുന്നു. ഈ സമയത്ത് ഡൗട്ട് ചോദിച്ച എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. എന്തായിരിക്കും അവൻ്റെ ഡൗട്ട്? അവൻ്റെ ഡൗട്ട് നാളെ എൻ്റെ ഡൗട്ട് കിട്ടും. ഇത്ര ദിവസമായി കിട്ടിയോളെ ഈ മ്ലേച്ഛത്തിനെ കൊണ്ട്. ഓഹോ, സ്നേഹിച്ചില്ലേ സ്നേഹമില്ലാത്തവള് സ്നേഹിച്ച മ്ലേച്ഛത്തി കിട്ടൂല. വേറെ മ്ലേച്ഛത്തികൾ നമ്മളെ നോക്കുന്നതായിട്ടല്ല. അതിനൊരു വഴിയുണ്ട്. എന്തു? ലൈറ്റ് ഓഫ്. പഴകും